ഞാൻ സാധാരണ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയിട്ടല്ല സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാറ്. ഞാൻ ജസ്റ്റ് ടെക്നിക്കൽ അനാലിസിസ് നോക്കും. അതുപോലെ തന്നെ ഹൈ മൊമെൻറ്റത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകളൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ 20% 30% ചിലപ്പോൾ നമുക്ക് റിട്ടേൺസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഡൗൺ സൈഡ് പോകുന്ന സ്റ്റോക്കുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ 10% ഒക്കെ ഡൗൺ ഒക്കെ ആവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹൈ വൊളാറ്റിൽ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സാധാരണ അനലൈസ് ചെയ്യാറും റെക്കമെൻഡ് ചെയ്യാറൊക്കെ. ഇന്ന് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് 4 സ്റ്റോക്കുകളാണ്. ആ 4 സ്റ്റോക്കുകളും അത്യാവശ്യം നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. പക്ഷേ അതിൽ 2 സ്റ്റോക്കുകൾ മാത്രമാണ് ഞാൻ കുറച്ച് ടൈം ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതായത് 2 സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാൻ പറയുന്നുണ്ട്. 2 സ്റ്റോക്കുകൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ 1 or 2 months അല്ലെങ്കിൽ 3 months വരെ മാക്സിമം ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനൊക്കെ പറയുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് 2 സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകൾ ആക്ച്വലി വളരെ നല്ല പോയിന്റിലാണ് നിൽക്കുന്നത്, വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻസ് കൊണ്ട് ചിലപ്പോൾ ഡൗൺ സൈഡ് വന്നാലും അത് കുറച്ച് ടൈം എടുത്തുകൊണ്ട് മുകളിലോട്ട് തന്നെ പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഹോൾഡ് ചെയ്യാം എന്ന് ഞാൻ പറയുന്നത്. അതായത് എപ്പോഴാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അതുവരെ ഹോൾഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്. പക്ഷേ എങ്കിലും നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ലാതെ ട്രേഡ് ചെയ്യാമെന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു ഹോൾഡിങ്സ് നടത്താമെന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റി വരികയാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നല്ലതായതുകൊണ്ട് അതവിടെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഗ്യാപ് ഡൗൺ ഒക്കെ ബിഗ് ആയിട്ട് വരികയാണെന്ന് വലിയ ഗ്യാപ് ഡൗൺ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ന്യൂസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ന്യൂസസോ കാര്യങ്ങളോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിൽ ഏതെങ്കിലും എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ഫർദർ അപ്ഡേറ്റ്സ് അതിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. എന്താണെങ്കിൽ നമുക്ക് സ്റ്റോക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് അംബുജ സിമൻസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അംബുജ സിമൻസ് ഓൾമോസ്റ്റ് 602.95 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പം വരച്ചിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ഇവിടെയുള്ള ഈ റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് അംബുജ സിമൻസ് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ആക്ച്വലി ഇത് ബ്രേക്ക് ഔട്ട് നടന്ന ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വോളിയം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വോളിയം ക്രിയേറ്റ് ആകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് വളരെ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും കറൻ്റ് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു മൂവ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അതായത് ഒരു ട്രെൻഡ് ലൈനാണ് ഇവിടെ കാണുന്നത്, ഈ ലൈൻ. അപ്പോൾ ഈ ലൈനിനെ ബേസ് ചെയ്തിട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി സ്റ്റോക്കിൽ കാണിക്കുന്നുണ്ട്. അതായത് ഈ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം എന്തിനാണ് ഇപ്പോൾ തന്നെ റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഒരു സ്ട്രക്ചറായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് നടന്നതിന് ശേഷം, അതായത് വളരെ ഫാസ്റ്റായിട്ട് ഹ്യൂജ് സെല്ലിംഗ് നടന്ന് വളരെ സ്ലോ ആയിട്ടുള്ള അക്യുമുലേഷനാണ്, വളരെ സ്ലോ ആയിട്ടുള്ള അക്യുമുലേഷൻ ഈ ഒരു റെസിസ്റ്റൻസ് വരെ നടന്ന സ്ഥിതിക്ക് ഇതിനൊരു ഹ്യൂജ് അപ് ട്രെൻഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. പക്ഷേ ചിലപ്പം, അതായത് ഇൻ കേസ് ഇതിൽ ഇനിയിപ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെയാണ് മാക്സിമം പോകുള്ളൂ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഈ സ്റ്റോക്ക് ഈ ട്രെൻഡ് ലൈൻ വരെ പോകാൻ ചാൻസ് ഉള്ളൂ. എന്താണെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യുമെന്നുള്ളതാണ് എനിക്കൊരു ഓൾമോസ്റ്റ് 90% ചാൻസസ് മീൻസ് ഒരു ഉറപ്പുള്ളൊരു സ്റ്റോക്കും കൂടിയാണ് അംബുജ സിമൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പം ഈ സ്റ്റോക്കിൽ നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറയുന്നത്, ഈ സ്റ്റോക്ക് ബൈ ചെയ്തതിന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസ് വരെ, ഈ ഒരു സപ്പോർട്ട് വരെ മേ ബി വരും എന്നുള്ളൊരു പ്ലാനിൽ ഹോൾഡ് ചെയ്യുക. അതായത് കുറച്ച് ടൈം ഇതിന് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല ആക്യുറസി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫണ്ടെങ്കിലും ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം മാക്സിമം ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 10% റീട്രേസ്മെൻറ്റ് തരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നാളെ മുതൽ ഇൻ കേസ് ബെയർ മാർക്കറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റോക്ക് കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് താഴോട്ട് വന്ന് ഏകദേശം ഒരു 10% വരെയൊക്കെ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും റിവേഴ്സ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇതിൽ കീപ്പ് ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുക. ലോങ് ടേം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഒരുപാട് ലോങ് ടേം എന്നുള്ള രീതിയിലല്ല, എപ്പോഴാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഒരു 1 ഇയർ വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാം. പക്ഷേ മേ ബി ചിലപ്പം 1 മന്തിനുള്ളിൽ തന്നെ ഇതിൽ പ്രോഫിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അംബുജ സിമൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന സ്റ്റോക്കാണല്ലോ, കൂടുതൽ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം മാക്സിമം ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ, ഇപ്പം ഇവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ടൊക്കെ ഡൗൺ സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ 12% വരെയൊക്കെ ചിലപ്പോൾ റീട്രേസ്മെൻറ്റ് തന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും ഇത്
അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും പ്രോഫിറ്റ് തരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓൾമോസ്റ്റ് 750 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. 750 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജാണ്? ഏകദേശം 25%. എനിക്കൊന്നൊരു 30% എങ്ങനെയും ഇതിന് പ്രോഫിറ്റ് കിട്ടും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ. അപ്പം അത്തരത്തിലുള്ള സ്റ്റോക്കാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. പ്രോഫിറ്റ് തരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷേ മേ ബി ഒരു റീട്രേസ്മെൻറ്റ് നടന്നേക്കാം. മാർക്കറ്റ് വളരെ വീക്കാണെന്നുണ്ടെങ്കിൽ റീട്രേസ്മെൻറ്റ് ഈ ഒരു പോയിന്റ് വരെ റീട്രേസ്മെൻറ്റ് നടന്നേക്കാം എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് അല്ല, അതൊരു റീട്രേസ്മെൻറ്റ്, അത് ഹെൽത്തി റീട്രേസ്മെൻ്റ് ആണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതാണൊരു കുറച്ച് ടൈം എടുക്കാനുള്ളൊരു പോസിബിലിറ്റി മാത്രമാണ് ഇതിലുള്ളൊരു പ്രശ്നം. പക്ഷേ ഈ ഒരു ഫോർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴേ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഫോർമേഷൻ വെച്ചിട്ട് ഇത് അത്രയും ടൈം എടുക്കാനൊന്നും ചാൻസ് ഇല്ല, പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റോക്ക്, അംബുജ സിമെൻറ്റ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് ഓക്കെ ആസ്ട്രൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് നല്ല സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ ഇത് ചിലപ്പം അത്രയും റീട്രേസ്മെൻറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം 2075 രൂപ, 2000-ൻ്റെ മുകളിൽ പ്രൈസ് ഉണ്ട്. പക്ഷേ ഇതിൽ നല്ല പെട്ടെന്ന് പ്രോഫിറ്റ് തരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇത്രയും കാലത്തെ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ, ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ അവസാനം ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത്രയും കാലം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വളരെ നല്ലൊരു ഇതാണ്. അതായത് നല്ലൊരു അപ് ട്രെൻഡ് തന്നതിന് ശേഷം ഒരുപാട് കാലം കൺസോൾട്ടേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു ബിൽഡപ്പ് കാണിക്കുന്നുണ്ട്. വളരെ ബിഗിനിങ് സ്റ്റേജാണ്. ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എൻട്രി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പം ഇതാണ് രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ലോങ് ടേം നോക്കുക. ഓക്കെ, കറക്റ്റാണ്, ഇത് നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഇതിലിനിയിപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ എത്ര വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 7.5% ഒക്കെ ഓക്കെയാണ്. പക്ഷേ എന്താണെങ്കിലും ഒരു 10% നിങ്ങൾ വെക്കുക. ഇനി ഇൻ കേസ് മാർക്കറ്റിൽ എന്തെങ്കിലും വൊളാറ്റിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10% നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് 25-30 ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ. ഓക്കെ, ഒരു 30 വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ 10% ആണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 20% കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം മാർക്കറ്റ് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പെർഫോം ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് 20% കിട്ടിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 30 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് 10-12 അല്ലെങ്കിൽ 12 വരെയൊക്കെ മാക്സിമം വെച്ചാൽ മതി. അതിനുള്ള പ്രശ്നമേ വരുന്നുള്ളൂ. സോ അതാണ് രണ്ടാമത്തെ സ്റ്റോക്ക്. ഇത് ലോങ് ടേം ഹോൾഡിങ്സ് അല്ല, ഒരു 1 or 2 months ഉള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അതായത് ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഇവിടെ നടന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് നടന്ന് ഈ ഒരു റെസിസ്റ്റൻസിൽ, അതായത് ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് ഇവിടുത്തെ ഒരു പോയിൻ്റ്, ഇവിടെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പോയിൻ്റ്, അങ്ങനെ 2 തവണ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ സ്റ്റോക്ക് കറൻ്റ് നിൽക്കുന്നത്. ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് അത് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴോട്ട് വന്ന് ഓൾമോസ്റ്റ് ഈ ഒരു അപ് ട്രെൻഡിന് ഒരു റീട്രേസ്മെൻറ്റും കൂടെ തന്നതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഇപ്പം ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. അതായത് ഇതിൽ നടക്കേണ്ട റീട്രേസ്മെൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഇതിൽ റിട്ടേൺസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. ഗുജറാത്ത് ഗ്യാസ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പം ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്നായിരിക്കും മൂവ്മെൻറ്റ്. ഇനി ഒരുപാട് കാലം കൺസോൾട്ടേറ്റ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. വളരെ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 700 ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലുണ്ടോ, ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ, ക്യാൻഡലിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ, ഈ ഒരു ക്യാൻഡലിൽ നടന്ന ബൈയിങ്ങിൻ്റെ ആ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്നാണ് കറക്റ്റ് നെക്സ്റ്റ് റൗണ്ട് ബൈയിങ് നടന്നിട്ടുള്ളത്. അതിനെ ഫോളോ അപ്പ് ആയിട്ടൊരു ക്യാൻഡിൽ വന്നു, പിന്നീട് വീണ്ടും റീട്രേസ്മെൻറ്റ് നടന്ന് വീണ്ടും അപ് ട്രെൻഡിലേക്ക് നിന്നു. മൊത്തത്തിലൊരു ബുള്ളിഷ്, അതായത് ഒരു പ്രൈസ് ആക്ഷൻ ലെവലിൽ ഒരു മൈനോറിറ്റി എന്താ പറയുക ക്യാൻഡിൽസിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബിൽഡപ്പ് കാണുന്നുണ്ട്. പോരാത്തതിന്
നമുക്ക് ട്രെൻഡ് റിവേഴ്സലും ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതും വേറൊരു റീസണാണ്. പിന്നെ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൽ, അതായത് ഇവിടെ ഉള്ള ഈ ഒരു റെസിസ്റ്റൻസിലാണ് നമുക്ക് മുൻപ് റെസിസ്റ്റൻസ് കിട്ടിയത്. പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലെവലിലെത്താം 719 കാണിക്കുന്നത്. ഏകദേശം ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ ടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടുന്ന് 23%, 25 ഓൾമോസ്റ്റ് 25%ൻ്റെ അപ്പ് മൂവ്മെൻറ്റ് നമുക്കിതിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിലുള്ള സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് വരേണ്ടത് ഇതാണ്. സ്റ്റോപ്പ് ലോസ് അതായത് 12% ഒക്കെയാണ് സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ ഇവിടെ ക്രിയേറ്റ് ആവപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ, ഇത് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ ഒരു മേജർ റീസൺ ഈ ക്യാൻഡിലാണ്. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെയും താഴോട്ട് സ്റ്റോക്ക് വീണ്ടും പോവുകയാണ്, അവിടുന്ന് റിവേഴ്സലൊന്നും കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 12% സ്റ്റോപ്പ് ലോസിൽ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് എൻട്രി ചെയ്യാം. ടാർഗറ്റ് വരുന്നത് 23 ഒരു 22% ആയിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ 25 വരെ പോകാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. സോ അതാണ് മൂന്നാമത്തെ സ്റ്റോക്ക്. ഇനി നാലാമത്തെ സ്റ്റോക്ക് വരുന്നത് ABB ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ കുറച്ച് വൈകി, ഒരു 2 ദിവസം വൈകി സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും സ്റ്റിൽ ഈ സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് തന്നെയാണ്. ഈ സ്റ്റോക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈം എടുത്താലും, ഞാൻ ഫസ്റ്റ് അംബുജ സിമെൻറ്റിൻ്റെ കേസ് പറഞ്ഞ പോലത്തെ ഒരു കേസാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ അംബുജ സിമെൻറ്റ് കുറച്ച് ടൈം ഹോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സ്റ്റോക്ക് ആയതുകൊണ്ട് കുറച്ച് ടൈം ഹോൾഡ് ചെയ്യാം, പ്രോഫിറ്റ് കിട്ടുന്നവരെ ഹോൾഡ് ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ 2 സ്റ്റോക്കും കൂടുതൽ ടൈം ഹോൾഡ് ചെയ്യേണ്ട, ആ 2 സ്റ്റോക്കും വളരെ പെട്ടെന്ന് റിട്ടേൺസ് കിട്ടുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 1 or 2 months ഹോൾഡ് ചെയ്യാം. പക്ഷേ ഈ അവസാനത്തെ സ്റ്റോക്കും അംബുജ സിമെൻറ്റ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈം വേണമെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല, നല്ല സ്റ്റോക്ക് തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. പോരാത്തതിന് ഇത് വളരെ സ്ട്രക്ചറായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ABC പാറ്റേൺ ആണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ അപ് ട്രെൻഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് തന്നെ, അതായത് ABC അതായത് ABC പാറ്റേണിൽ നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു അപ് ട്രെൻഡാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ABC പാറ്റേണിൽ നമുക്ക് കിട്ടുന്നത് ഒരു സമയത്ത്, മീൻസ് അതിൻ്റെ ആ ഒരു എൻഡിൽ നമുക്ക് വലിയൊരു സ്ട്രൈറ്റ് ലൈൻ മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു സ്ട്രൈറ്റ് ലൈൻ മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 25% മുകളിലുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. കാരണം ഇത് ഓൾമോസ്റ്റ് ഈ ഒരു അപ് ട്രെൻഡ് ഓൾമോസ്റ്റ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡ് ഓൾമോസ്റ്റ് 20% ഉണ്ട്. അതായത് ഏറ്റവും റീസെൻ്റ്ലി നടന്ന ആ ഒരു അപ് ട്രെൻഡ് നോക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 27% വരെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു, അല്ലെങ്കിൽ അത്രയും പോയിൻ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ ഇനി ഇതിലുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ, മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംബുജ സിമെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈം ചിലപ്പോൾ എടുക്കാം. അതിന് കാരണം ഇവിടെയാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിട്ടുള്ളത്, ഈ ഒരു പോയിന്റിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു പോയിന്റിലേക്ക് ഈ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ആ ഒരു പോയിന്റിനെ സപ്പോർട്ടാക്കി എടുത്ത് ഇങ്ങനൊരു കൺസോൾട്ടേഷൻ നടന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ അപ് ട്രെൻഡിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും ടൈം ഹോൾഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, ഒരു 6 months എങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യാം, അഥവാ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ. പക്ഷേ എങ്കിലും അത്രയും ഹോൾഡ് ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ നാളെ മുതൽ തന്നെ ഇത് അപ് ട്രെൻഡിലേക്ക് പോയേക്കാം. അപ്പോൾ അത്തരത്തിലൊരു ചാൻസ് കാണുന്നതും കൂടി കൊണ്ടാണ് ഞാൻ ഇപ്പോഴേ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുള്ളൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. പക്ഷേ ഈ ചിലപ്പം ഈ ഒരു സപ്പോർട്ട് വരെ താഴോട്ട് വന്നിട്ട് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8% വരെ താഴോട്ട് പോകാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. 8% വരെ മൈനസ് ആവാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഓൾമോസ്റ്റ് ഒരു 13% ഒക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതായത് ഈ ഒരു ക്യാൻഡിലാണ് നമ്മളിപ്പം നമ്മൾ ബൈ ചെയ്യാൻ കാരണക്കാരനായ ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ താഴോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് ഒഴിവാവുക, ബാക്കിയെല്ലാം ഓക്കെയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഇതിൽ അപ്പം നാലാമത്തെ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് 25% ടാർഗറ്റും ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജാണ്, ഓൾമോസ്റ്റ് 13% അല്ലേ, 13% സ്റ്റോപ്പ് ലോസും ആണ് നമ്മളിതിൽ വെക്കേണ്ടത്. സോ അതാണ്
നാലാമത്തെ സ്റ്റോക്ക് ഇതും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് 6 മന്ത്സ് വരെയൊക്കെ ഹോൾഡ് ചെയ്യാം, പ്രശ്നമില്ല. അതുപോലെ തന്നെ ടാർഗറ്റ് കിട്ടിയാൽ എക്സിറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ 4 സ്റ്റോക്കും നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് തരാൻ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ബാക്കി കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ. സോ താങ്ക് യു.